അപ്പൊ ഞങ്ങൾ ഇന്ന് ഒരു കുഞ്ഞു യാത്ര പോവാണ്. കുഞ്ഞു യാത്ര എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളുടെ കാർ എടുക്കാനുള്ള പോക്കാണ്. പുതിയ കാർ മേടിക്കാൻ പോവാണ്. ഞാൻ കേടാറും കൂടിയിട്ട് പോവല്ലേ, നമ്മള് കാർ മേടിക്കാൻ പോവല്ലേ? നാണം വന്നുപോയി, തിരിഞ്ഞെടുത്തു. ഓക്കെ, അപ്പോ ദാ ഇന്ന് എന്റെ സാരഥി ആരാണെന്ന് നോക്കൂ. ഉമേഷ് ഏട്ടനെയും കൂട്ടിയാണ് ഞങ്ങൾ വണ്ടി എടുക്കാൻ പോകുന്നത്. ഇന്ന് ശ്രീക്ക് ഉപ്പുമുളകിന്റെ ഓണം ഷൂട്ടായതുകൊണ്ട് ഒട്ടും സമയമില്ല, വരാൻ പറ്റൂല എന്ന് പറഞ്ഞതിന്റെ ചെറിയൊരു നിരാശ ഞങ്ങൾക്കുണ്ട്. എന്നാലും ഞങ്ങൾ പോവാണ്. ശരിക്കും എനിക്ക് തോന്നുന്നു ഏതാണ്ട് 8 വർഷത്തോളം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ വണ്ടി പോയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. കാര്യം എൻ്റെ ഏറ്റവും, നമുക്ക് എപ്പോഴും ആദ്യത്തേത് പ്രിയപ്പെട്ടതായിരിക്കും. അതുപോലെ ഞാൻ ഏറ്റവും ആദ്യം മേടിച്ച എൻ്റെ വണ്ടിയായിരുന്നു ആദ്യം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ജാസ്. അത് മാത്രമല്ല, ഞാൻ സാമ്പത്തികമായും മാനസികമായിട്ടും ഒക്കെ തളർന്നിരിക്കുന്ന സമയത്ത് ഏറ്റവും അത്യാവശ്യം എന്ന് തോന്നിയപ്പോൾ മേടിച്ചൊരു വണ്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ഏറ്റവും കൂടുതൽ സമയവും ഞാൻ ചെലവഴിച്ചിട്ടുള്ളത് കുറേ വർഷങ്ങൾ ആ വണ്ടിയിലായിരുന്നു. ആ സമയത്തൊക്കെ എനിക്ക് തോന്നുന്നു ഒരു ദിവസം 2 ഷൂട്ടൊക്കെ ഞാൻ എടുക്കുമായിരുന്നു. പിന്നെ ഇപ്പം തിരുവനന്തപുരത്താണ് ഷൂട്ടെങ്കിലും അന്ന് രാത്രി തന്നെ സ്റ്റേജ് ഷോ, ചിലപ്പോൾ തൃശ്ശൂർ അല്ലെങ്കിൽ പാലക്കാട്. അങ്ങനെ എൻ്റെ കൂടുതൽ ഉറക്കം ആ വണ്ടിയിലായിരുന്നു ഏതാണ്ട് ഒരു 5 വർഷം കണ്ടിന്യൂസ്. കാര്യം അത്ര കഠിനാധ്വാനിയായിരുന്നു ഞാൻ. കുറച്ചൊന്ന് സാമ്പത്തികമായി സ്റ്റേബിൾ ആവേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അപ്പം അങ്ങനെ എൻ്റെ ഒരുപാട് സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ കണ്ടിട്ടുള്ള എൻ്റെ വണ്ടി ഒന്ന് മാറ്റേണ്ട അവസ്ഥ വന്നതുകൊണ്ട് ഇപ്പം പുതിയ വണ്ടി എടുക്കുകയാണ്. പക്ഷെ ആദ്യത്തെ വണ്ടിയോടുള്ള സ്നേഹം എനിക്ക് മറക്കാൻ പറ്റൂല. അല്ലേ ഉമേഷ് ചേട്ടാ? അങ്ങനെയല്ലേ, നമ്മൾ ആദ്യമായിട്ട് എടുക്കണ വണ്ടിയോട് ഒരു സ്നേഹം ഉണ്ടാവില്ലേ? തീർച്ചയായും. അതെ. പിന്നെ അതുപോലെയാണ് ഈ ഉമേഷ് ചേട്ടന്റെ കാര്യം. എന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ എങ്ങനെയെന്ന് അറിഞ്ഞൂടാ, വന്ന് കേറിക്കോളും. നമ്മൾ എവിടുന്ന ഉമേഷ് ചേട്ടാ ആദ്യം കണ്ട്? നമ്മള് മഴവില്, ഞാനൊരു ഷൂട്ട് എടുക്കാൻ വന്നപ്പോഴത്തേക്ക് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതിനു മുമ്പ് ഒരു ഓട്ടംതുള്ളലിന്റെ ഫോട്ടോ ഞാൻ എടുത്തായിരുന്നു. എവിടെയാണോന്ന് ഓർക്കുന്നില്ല. അപ്പൊ അത് ഞാൻ തൃപ്പൂണിത്തുറയില്, തൃപ്പൂണിത്തുറയില് അത് ഞാൻ ഫേസ്ബുക്ക് വഴി അയച്ചു തന്നായിരുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ ഫേസ്ബുക്ക് ഫ്രണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോ ഞാൻ മഴവില് ഫോട്ടോ എടുക്കാൻ വന്നപ്പോ അവിടെ നിന്നു. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ഒരു പൂക്കളൊക്കെ ഉള്ള ഒരു റെഡും ബ്ലാക്കും ഉള്ള ഒരു ചുരിദാർ. അതാ ഞാൻ ഫസ്റ്റ് നമ്മൾ നേരിട്ട് കാണുമ്പോ ഒരു ഫോട്ടോ എടുത്തത്. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് കല്യാണം, അങ്ങനെയുള്ള എല്ലാ പരിപാടിയും, എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും, മോനുണ്ടായതും അല്ല, ഗർഭസമയം, 7-ാം മാസം, 9-ാം മാസം, അങ്ങനെ എല്ലാ പരിപാടികളും. പിന്നെ കുഞ്ഞിന്റെ കാര്യങ്ങള്, ഇപ്പൊ കുഞ്ഞിന്റെ ബർത്ത്ഡേ, കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ വൈറലായ ഫോട്ടോഷൂട്ട് മൂന്നാറിൽ വെച്ച്. അതെ, അത് ശരിയാണ്. എന്റെ ആദ്യമായിട്ട് ഞാൻ ഫോട്ടോഷൂട്ടിനൊക്കെ പഠിച്ചത് അല്ലേ, കോവിഡ് ഒക്കെ കഴിഞ്ഞിട്ട് അധികം എന്താ പറയാ, ഓണാവാത്ത ഇരുന്നൊരു സമയത്ത് പറക്കാട്ട് റിസോർട്ടിൽ പോയിട്ട് ഞാനും പ്രിൻസും ഉമേഷ് ശ്രീയും കൂടെ എടുത്ത ഫോട്ടോസ്. അങ്ങനെയാണ് നമ്മൾ ഞാൻ ഫോട്ടോ എടുക്കാൻ പഠിച്ചത്. പിന്നെ നമ്മള് മെയിൻ നല്ലൊരു ഇതെടുത്ത് ആമ്പൽ. അങ്ങനെ ഒരുപാട്. ഇന്നിപ്പോ എന്റെ വണ്ടി മാറി പുതിയ വണ്ടി എടുക്കാൻ പോകുമ്പോഴും ഉമേഷ് ചേട്ടൻ തന്നെ വന്നു. എന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും കൂടെ വേണം, അങ്ങനെ തന്നെ വേണം. അപ്പൊ ഞങ്ങളിത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിലും മാലിയും കേദാറും കൂടെ ഉറങ്ങാനുള്ള ശ്രമത്തിലാണ്. അവിടെ എത്തുന്നവരെ ഉറങ്ങി റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇനി അവിടെ എത്തിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. ഓക്കെ. അപ്പൊ അങ്ങനെ നമ്മൾ ടൊയോട്ടയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്.
ടൊയോട്ടയിൽ കയറി വന്നിരുന്ന് കാപ്പി കുടിക്കുന്ന ആൾക്കാർ, കാപ്പി കുടിക്കാൻ വേണ്ടി ടൊയോട്ടയിൽ വന്നവരെ അല്ലേ പൊന്നു? ഏത് ഏത് പൊന്നിനും വേണമെന്ന് കാപ്പി കാപ്പി പൊന്ന പൊന്നു പൊന്നു പൊന്നിയുടെ പൊന്നു പൊന്നിന് കാപ്പി കാപ്പി എന്താ വന്നേ? എന്തിനാ വന്നേ? കാറ് കണ്ടോ? കാറ് കണ്ടോ? ഞങ്ങളങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് ഡോക്യുമെന്റ്സ് സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ കുറേ ഡോക്യുമെൻറ്റ്സ് സൈൻ ചെയ്യാനുണ്ട്. അവർ നേരത്തെ പറഞ്ഞിരുന്നു കുറച്ചധികം പേപ്പറുകളിൽ ഒപ്പിടണത്. പിന്നെ ഓരോ പേപ്പറും എന്താണ് എന്നൊക്കെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞൊക്കെ തന്നിട്ട്, പിന്നെ വണ്ടിയുടെ ഓരോ കാര്യങ്ങളും ഒക്കെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടാണ് പറഞ്ഞു തരണത്. അല്ലാതെ നന്നായി, എനിക്ക് അതിനെപ്പറ്റി വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ട് പറഞ്ഞു തന്നുകൊണ്ട് കുറേയൊക്കെ മനസ്സിലായി. നോക്ക് വണ്ടി നോക്ക്. സൂപ്പർ. എടുക്കട്ടെ എടുക്കട്ടെ. അതല്ലേ